നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരുങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ തുലാക്കൂറിൻ്റെ പുതുവർഷ ഫലങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത്. തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, ചോതി നക്ഷത്രം, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ, ഇങ്ങനെ 2.25 നക്ഷത്രം അടങ്ങുന്ന തുലാക്കൂറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു, മുൻപത്തെ എപ്പിസോഡ് കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലാവുണ്ടാവും. കാരണം ഇത് പൊതുവായിട്ട് ഉള്ള ഫലങ്ങളാണ്. കാരണം ഈ ചിത്രയാണെങ്കിലും ചോതിയാണെങ്കിലും വിശാഖാണെങ്കിലും അനവധി ആളുകൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുണ്ടാവും. അവർക്കെല്ലാം വിഭിന്നമായിട്ടുള്ള ഫലാനുഭവങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരുന്ന ചില കാര്യങ്ങളുടെ ഒരു സൂചനയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. കാരണം ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട്. 1 കോടി ആളുകളുണ്ടെങ്കിൽ 1 കോടി ഫലങ്ങൾ പറയാൻ ദൈവജ്ഞന് സാധിക്കണം. അതിൽ ഈ നക്ഷത്രക്കാർക്ക് യഥേഷ്ടം ഉണ്ടാവും. അതാ പറഞ്ഞത്, ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട്. അതിൽ ദശ ഉണ്ടാവും, അപഹാരം ഉണ്ടാവും, ഛിദ്രം ഉണ്ടാവും, അഷ്ടവർഗം ഉണ്ടാവും. ഇപ്പോൾ ഗ്രഹങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് അഷ്ടവർഗ ബിന്ദുക്കളിൽ 8-ൽ താഴെ 8 മാക്സിമം. 8-ൽ താഴെ 5 മുതൽ 8 വരെ വന്നു കഴിഞ്ഞാൽ നല്ലത്. 5-ൽ താഴെ അഷ്ടവർഗ ബിന്ദുക്കൾ വന്നാൽ മഹാമോശമാവും. 0 വന്നാൽ അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യൻ്റെ ഫലം പറയാനുള്ള അനവധി സാധനങ്ങളിൽ ഒന്ന് മാത്രമായിട്ട് ഈ ചാരഫലത്തെ കണ്ടാൽ മതി. ഇത് വ്യാഴമാറ്റവും ശനിമാറ്റവും രാഹുകേതുക്കളുടെ മാറ്റവും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു അധ്യായം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2025 മാർച്ച് മാസം 29-ാം തീയതി വരെയ്ക്ക് ശനി ചാരവശാൽ ഇവർക്ക് 5-ലാണ്. അതിനുശേഷം 6-ലേക്ക് വരും. 2025 മെയ് 14 വരെയ്ക്ക് വ്യാഴം 8-ലാണ്. അത് 9-ലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ രാഹുകേതുക്കളുടെ മാറ്റം 2025 മെയ് 18-ാം തീയതിയാണ് രാഹുകേതുക്കൾ മാറുന്നത്. രാഹു 6-ലും അതിനുശേഷം 5-ലേക്കും പിറകിലേക്കാണ് രാഹുകേതുക്കൾ വരിക. ഇപ്പോൾ തുലാക്കൂറുകാർക്ക് 6-ലാണ് നിൽക്കുന്നത്. അത് ഇനി 5-ലേക്ക് രാഹു വരും. കേതു ഇപ്പോൾ 12-ലാണ്. അത് 11-ലേക്കും വരും. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുകേതുക്കളുടെയൊക്കെ മാറ്റങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ നക്ഷത്രങ്ങളുടെ ഫലം പറയുന്ന സമയത്ത് ഗുണദോഷങ്ങളിൽ കുറച്ച് ഗുണാധിക്യമായിട്ടുള്ള സമയമായിട്ടാണ് പൊതുവേ കാണുന്നത്. പൊതുവേ വലിയ ഗ്രഹപ്പിഴകളൊക്കെ അങ്ങോട്ട് നീങ്ങുക, ശുഭാനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഒരു സമയമായിട്ട് ഈ ഒരു കാലഘട്ടത്തെ, ഈ ഒരു വർഷത്തെ പൊതുവേ കണ്ടോളണം. ഗൃഹത്തിൽ സന്തോഷം ഉണ്ടാവുക, ഗൃഹപുഷ്ടി, ഗൃഹനിർമ്മാണാദി കാര്യങ്ങൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുക. ധനധാന്യ വർധന ഉണ്ടാവുക. ധനധാന്യം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ദാരിദ്ര്യ ദുരിതങ്ങളൊക്കെ തീർന്ന്, കടങ്ങളൊക്കെ തീർന്ന് കുറച്ച് പൈസ കയ്യിൽ സ്വരൂപിച്ച് വയ്ക്കാൻ പറ്റാവുന്ന ഒരു വർഷമാണ്. ഉയർന്ന വിദ്യാഭ്യാസം, ഇപ്പോൾ ഈ PhD പോലെയുള്ള കാര്യങ്ങൾ, അതിനെ ഉപരിയൊക്കെ ആയിട്ടുള്ള വിദ്യാഭ്യാസം ഒക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷം. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമാണ്. രാജമുദ്രകളൊക്കെ കിട്ടും, അംഗീകാരങ്ങളൊക്കെ കിട്ടും. ഗവൺമെൻറ്റിൻ്റെ മുദ്രയുള്ള സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഈ ഒരു കാലഘട്ടം കാണുന്നുണ്ട്. അപ്പോൾ പരമാവധി അതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയണത്. വെറുതെ വീട്ടിലേക്ക് വരില്ല, നമ്മൾ അധ്വാനിച്ചാലേ ഇതൊക്കെ ശരിയാവുള്ളൂ. ഭൂമി ലാഭം, ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഭൂമി ലാഭം അതൊക്കെ സാധിക്കും. ഉദ്യോഗത്തിൽ ഉയർച്ച, പ്രമോഷനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർ അതിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതേപോലെ തന്നെ ദീർഘ യാത്രകൾ, സന്തോഷകരമായ ഉല്ലാസകരമായുള്ള യാത്രകളൊക്കെ സാധിക്കുക. വളരെ കാലമായിട്ട് കാണണം പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ യാത്രയ്ക്ക് പറ്റിയൊരു കാലമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. വിവാഹ മംഗളകർമ്മസിദ്ധി ഉണ്ടാവും. തീർത്ഥയാത്രകളൊക്കെ സഫലമാവും. വ്യാപാരികൾക്ക് അവർക്ക് വളരെ മെച്ചപ്പെട്ടൊരു കാലമാണ് തുലാക്കൂർ. തുലാധര പുരുഷ എന്നാണ് പൊതുവെ തുലാസേന്തിയ പുരുഷൻ. പിന്നെ മാത്രമല്ല, വ്യാഴം മാറിക്കഴിഞ്ഞാൽ ജന്മക്കൂറിലേക്ക് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി കിട്ടും. അതൊക്കെ വളരെ സാമ്പത്തികമായിട്ട് ഉയരാനും വ്യാപാര വർധനയ്ക്കൊക്കെ ഒരു സാധ്യതകളുണ്ട്. സാമ്പത്തിക പുരോഗതികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം തൊഴിലിൽ അഭിവൃദ്ധികളുണ്ടാവും. ബന്ധുജനങ്ങളുടെ സഹായം, വിട്ടുനിൽക്കുന്ന ബന്ധുക്കൾ, ഈ പിണങ്ങിയിരിക്കുന്ന ചെറിയ അലോഹ്യമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളോട് അനുകൂലത്തിൽ വരുന്ന ഒരു സമയം. അതിനുശേഷം ഒരു
അവസാനകാലം ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ കാലഘട്ടങ്ങളിൽ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം. ചെറിയ മനോദുഃഖങ്ങളും മനക്ലേശങ്ങളും ദേഹാദി അരിഷ്ടതകളും, പ്രത്യേകിച്ച് ഈ വയറിനെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. അവർക്കാണ് കുറച്ചധികം കാണുന്നത്. വസ്തി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മാതൃജന അരിഷ്ടകൾ, അമ്മയ്ക്ക് തുല്യരായിട്ടുള്ള ആളുകളും അമ്മയ്ക്കും ദോഷം സംഭവിക്കുക, കോടതി വ്യവഹാരം നിമിത്തമുണ്ടാകുന്ന ചില ധനനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്, ശത്രുവർദ്ധനയ്ക്കുള്ള സാധ്യതയുണ്ട്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ ശത്രുക്കൾ ഉണ്ടാവുക. അത് അധികം വാക്ക് നിമിത്തമായിട്ടും സ്വർണം നിമിത്തമായിട്ടും അങ്ങനെ വിലപിടിപ്പുള്ള ലോഹങ്ങൾ നിമിത്തമായിട്ടൊക്കെയുള്ള ചില ശത്രുവർദ്ധന. ഇപ്പോൾ നമ്മൾ പണ്ടം പണയം വയ്ക്കാൻ കൊടുത്തു, അയാൾക്ക് തിരിച്ചു തന്നില്ല, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലൊന്ന് പൊതുവേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അവനവൻ്റെ ജാതകമൊക്കെ നോക്കി ദശയും അപഹാരമൊക്കെ നോക്കിയിട്ട് വഴിപാടുകൾ ചെയ്യുക. അത് അവനവൻ്റെ വിശ്വാസമുള്ള ദൈവജ്ഞനെ കൊണ്ട് നോക്കിക്കുക കേട്ടോ. അല്ലാണ്ട് ഇത് പൊതുബലങ്ങളാണ് എങ്കിലും ഇത് അനുഭവത്തിൽ വരാൻ 90% സാധ്യതയുണ്ട്. അതുകൊണ്ടാണത് ഇത്ര പബ്ലിക്കായിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവനവൻ്റെ ജാതകം കൃത്യമായിട്ട് ദൈവത്തിനെ കാണിച്ച് അതിനുള്ള വഴിപാടുകളും പ്രായശ്ചിത്തങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വാങ്ങിച്ചിട്ട് ചെയ്യാം. എപ്പോഴും ജാതക നിർണയം കൃത്യമല്ലാച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഒരാളിൽ നിന്നും വ്യത്യസ്തമാണ് മറ്റൊരാളുടെ ജാതകം. ഒരേ നക്ഷത്രത്തിൽ ഒരേ ദിവസം ഒരേ സമയത്തൊക്കെ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ്റെ വംശം, കുലം, ന്യായം, മുഖം ഇതൊക്കെ സ്ഥലകാല ഭേദങ്ങളൊക്കെ നോക്കി ദൈവത്തിൻ്റെ അടുത്ത് വരുന്ന സമയമൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ഫലം പറഞ്ഞാൽ ശരിയാവൂ എന്നുള്ളത് കൊണ്ടാണ് പൊതുഫലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഞാൻ പറയട്ടെ, ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള ജ്യോതിഷ സംബന്ധമായിട്ട് പ്രമാണപുരസ്സരമുള്ള അനവധി വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട്. കാണാത്തവർ അതൊക്കെ കാണുക. ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു ഗുണമാവും എന്നുള്ള നിലയ്ക്കാണ് ഞാനതെല്ലാം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രമാണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടാൻ പ്രയാസമുള്ള പല പ്രമാണങ്ങളും അതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശാസ്ത്രീയമായിട്ട് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുകയെ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്താൽ ഗുണമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.